ഹലോ ഗൈസ്, ഇന്ന് ഞാനൊരു മക്രോണിയുടെ റെസിപ്പി ആയിട്ട് വന്നേക്കുവാണ്. പോകാം വീഡിയോയിലേക്ക്. ഇതൊരു 200 ഗ്രാമിൻ്റെ പാക്കറ്റാണ് ഞാൻ എടുത്തേക്കുന്നത്. കപ്പളവ് പറയുവാണെങ്കിൽ 2 കപ്പ് ഉണ്ടാവും. ഇത് കുക്ക് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഒരു 3-4 പേർക്ക് അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റിയ ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാവുക. ഇനി നമുക്ക് വേണ്ടത് ഞാൻ മൂന്ന് സവാള ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു വലിയ ക്യാപ്സിക്കമാണ്. പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. 1-2 തക്കാളി ആയെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ ക്വാണ്ടിറ്റിയിൽ നിങ്ങൾക്ക് മാറ്റം വരുത്താവുന്നതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റോ ബീൻസോ ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ആഡ് ചെയ്യുന്നില്ല. പിന്നെ വേണ്ടത് നമുക്ക് ജിഞ്ചറും ഗാർലിക്കും കൂടി അരച്ചെടുത്തിട്ടുള്ളതാണ്. എരിവ് വേണമെന്നുള്ളവർക്ക് 2 പച്ചമുളക് കൂടി ആഡ് ചെയ്യേണ്ടതുണ്ട്. ഞാൻ മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നത്, പച്ചമുളക് ഇട്ടിട്ടില്ല. അതാണ് ഞാനിതിൽ കാണിക്കാത്തത്. ഇനി നമുക്ക് വേണ്ടത് മക്രോണി വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളമാണ്. ഇത് പ്രത്യേകിച്ച് അളന്നെടുക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് എത്ര വേണമെങ്കിലും വെള്ളം വയ്ക്കാം. കുറഞ്ഞു പോവാതിരുന്നാൽ മതി. ഇത് വേവിച്ചിട്ട് നമുക്ക് ഊറ്റിക്കളയേണ്ടതുണ്ട് കേട്ടോ വെള്ളം. അതുകൊണ്ടാണ് കൂട്ടിയെടുക്കാൻ പറഞ്ഞത്. പിന്നെ വെള്ളം വയ്ക്കുമ്പോഴത്തേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് വെള്ളത്തിൽ തന്നെ ആഡ് ചെയ്യണം കേട്ടോ. എന്നാൽ മക്രോണിയിൽ കുറച്ചുകൂടി ഉപ്പ് പിടിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് വെള്ളത്തിൽ ഉപ്പിടാൻ പറയുന്നത്. മറന്നുപോയി എന്ന് വെച്ച് പ്രശ്നമില്ല, അവസാനം ഇട്ടാലും മതി. പക്ഷേ മക്രോണിയിൽ നല്ലതുപോലെ പിടിക്കണം എന്നില്ല. ഇതേപോലെ നമ്മുടെ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മക്രോണി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ എല്ലാ മക്രോണിയും അതിലേക്ക് ഇട്ടിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് ഈ സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഫ്രൈ പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. കുക്കിംഗ് ഓയിൽ ഒഴിച്ച് അതിനുശേഷം എണ്ണ ചൂടായ ശേഷം ഞാൻ സവാള ഇട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റുകയാണ്. അപ്പോഴത്തേക്കും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു മക്രോണി കൂടി ഇളക്കി കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഈ ഒരു പരുവത്തിനായിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഏതാണ്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇച്ചിരി കൂടി ജസ്റ്റ് ശകലം കൂടി ഒന്ന് വേവട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു സവാള നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് തക്കാളി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളിയും കൂടി നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ജിഞ്ചറും ഗാർലിക്കും കൂടി അരച്ച് വെച്ചിരിക്കുന്ന ജിഞ്ചറും ഗാർലിക്കും കൂടി ഇതിനകത്തിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കണം. അതിനുശേഷം ഏറ്റവും ലാസ്റ്റാണ് ഞാൻ ക്യാപ്സിക്കം ചേർക്കുന്നത് കേട്ടോ. ക്യാപ്സിക്കം ഇനി ചേർത്തതിന് ശേഷം നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് മസാലപ്പൊടികൾ കൂടി ആഡ് ചെയ്യാം. ആവശ്യത്തിനുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പിന്നെ ഞാൻ 1 ടീസ്പൂൺ സോയാ സോസും ഒരു 4-5 ടീസ്പൂണോളം ടൊമാറ്റോ സോസ് കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു മക്രോണി കൂടി ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മക്രോണി ഇതാ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ മല്ലിയിലയിട്ട് ഗാർണിഷ് ചെയ്യാവുന്നതാണ്. എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.